നമസ്കാരം. മനുഷ്യ മനസ്സിനെ അത്യന്തം മുറിപ്പെടുത്തുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെയും ഉറ്റവരെ നഷ്ടപ്പെട്ട പിഞ്ച് ബാല്യങ്ങളുടെയും കരച്ചിൽ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു കൂട്ടം ജീവിതങ്ങൾ ഒഴുകിപ്പോയ ആ കറുത്ത ദിനം. സുന്ദരമായ പ്രകൃതി ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് ആവശ്യമായ എല്ലാം പ്രകൃതി നൽകുന്നുണ്ട്. എന്നാൽ മനുഷ്യർ പ്രകൃതിക്ക് തിരിച്ചു നൽകുന്നത് എന്താണ്? വെട്ടി നിരത്തിയ കാടുകളും നഗരവൽക്കരണവും നികത്തപ്പെട്ട വയലുകളും ഇടിച്ചു നികത്തിയ മരങ്ങളും നമ്മുടെ ദുരന്തങ്ങളുടെ വേദനകളാണ് നൽകുന്നത്. അങ്ങനെ പ്രകൃതി പ്രതികാരദാഹിയായി മാറുന്നു. ശ്രീ ഇഞ്ചക്കാടൻ ബാലചന്ദ്രന്റെ വരികളാണ് ഓർമ്മ വരുന്നത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. പ്ലാസ്റ്റിക് കുപ്പികളും മണൽ വാരിയത് കൊണ്ട് ഇടിയുന്ന പുഴയുടെ അവസ്ഥയാൽ പുഴയും നമുക്ക് അന്യമാകുന്നു. പശ്ചിമഘട്ടത്തെ കുറിച്ച് റിപ്പോർട്ടിൽ സമർപ്പിക്കാൻ ഗവൺമെന്റ് നിയമിച്ച ശ്രീ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി 2013 പറഞ്ഞു, പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇനി ഒരു നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് ഒരു ദുരന്ത ഭൂമിയാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞു. എന്നാൽ പ്രാധാന്യം ആ റിപ്പോർട്ടിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നൽകിയില്ല. 2018 അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേരളം ഒരു ദുരന്ത ഭൂമിയായി മാറി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ച വയനാടൻ ദുരന്തവുമെല്ലാം ഇതിന്റെ അനന്തര ഫലമാണ്. ഇനിയും ഒരു കവളപ്പാറയിലും ചൂരൽമലയിലും മുണ്ടക്കൈയും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.